Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഐസ്ക്രീമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വളരെ നൈസായി പൊടിച്ചിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി കലക്കാനായിട്ട് 1/4 കപ്പ് പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പാലിൽ അരിപ്പൊടി നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായി തിള വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം കുറവായി തോന്നുകയാണെങ്കിൽ പിന്നീടായാലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒരു ചെറുതായി ഒന്ന് കട്ടിയാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അരിപ്പൊടിയുടെ മിക്സ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കൽ നിർത്തരുത്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഒത്തിരി തിക്കായി പോകേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ചെറുതായി തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈ കൊണ്ടൊന്നിങ്ങനെ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ ഒന്ന് കട്ടായി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ചിലതിങ്ങനെ വെള്ളം പോലെയാവും ഇരിക്കുക. അത്രയല്ല, ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഈ മിക്സ് ഒന്ന് തണുക്കാനായി വെക്കണം. തണുത്ത് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് കുറുകിയ പരിവായിട്ടാവും കിട്ടുക. ഇനി നമുക്ക് ഈ മിക്സ് മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വാനിലയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു 3-4 ഡ്രോപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ടേസ്റ്റ് ഒത്തിരി ആയി കഴിഞ്ഞാലും നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 2-3 അല്ലെങ്കിൽ 3-4 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മുകളിൽ ഐസ് പിടിക്കും കേട്ടോ. ഇനി 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രീമി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി വീണ്ടും അത് നമ്മൾ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ച് അടച്ച് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ വെക്കണം. അപ്പോൾ ഓരോ ഫ്രീസറിൻ്റെ തണവിനനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈം കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ, കട്ടയാവാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ 6 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മിക്സിയിലടിച്ച് ഫ്രീസറിൽ വീണ്ടും വെച്ച് കൊടുത്താൽ മതി. എനിക്ക് കൂടുതലായിട്ട് ഏലക്കായ ചേർത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കിത് ഐസ്ക്രീം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.